എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കാണുന്ന എല്ലാ ആത്മീയ അന്വേഷകരെയും സനാതൻ സംസ്ഥ വക ഞാൻ കുമാരി അദിതി പ്രസാദ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സനാതൻ സംസ്ഥ ഒരു ആധ്യാത്മിക സംഘടനയാണ്. ആത്മീയ അന്വേഷകരെ അധ്യാത്മം പഠിപ്പിക്കുകയും സാധന ചെയ്യുന്ന സാധകർക്ക് മാർഗദർശനം നൽകി ഈശ്വരപ്രാപ്തിയുടെ പാതയിൽ മുമ്പോട്ട് നയിക്കുകയും ചെയ്യുക, ഇവയാണ് സനാതൻ സംസ്ഥയുടെ പ്രധാന ഉദ്ദേശങ്ങൾ. ഭാരതം ലോകത്തിൻ്റെ ആത്മീയ തലസ്ഥാനമാണ്. പല രാജ്യങ്ങളിൽ നിന്നും ആത്മീയ അന്വേഷകർ ഭാരതത്തിലേക്ക് മനഃശാന്തിക്കായി വരുന്നു. സനാതന സംസ്കാരം ഭാരതത്തിൻ്റെ ആത്മാവാണ്. പക്ഷേ ആത്മീയ പരിശീലനവും പഠനവും ലഭിക്കാത്തതുകൊണ്ട് ഇന്ന് ജനങ്ങളുടെ അവസ്ഥ എന്താണ്? കസ്തൂരി മാനിനെ പോലെ ആയിരിക്കുന്നു. കസ്തൂരിമാൻ്റെ നാഭിയിൽ കസ്തൂരി ഉണ്ടെങ്കിലും അത് അതിനെ പുറമെ അന്വേഷിച്ച് നടക്കുന്നു. മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? ജീവിതകാലം മുഴുവനും സുഖപ്രാപ്തിക്കായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ലഭിക്കുന്ന സുഖം താൽക്കാലികമായിരിക്കും, കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. നിത്യവും നിരന്തരവും ആ സുഖം ലഭിക്കുകയില്ല. ഇനി പലരും വിഷയസുഖത്തെ ആനന്ദമായി കരുതുന്നു. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ഇഷ്ടമുള്ള ഗാനം കേൾക്കുക, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുക. ഇതിൽ നിന്നും അവർ സുഖം അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ സുഖം താൽക്കാലികമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിത്യവും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ക്രമേണ അതിൽ നിന്നും മനുഷ്യന് ആനന്ദം ലഭിക്കാതെ വരും. അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകുകയും അവൻ നിരാശപ്പെടുകയും ചെയ്യുന്നു. നിരാശ കൂടുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുകയും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോലും അവൻ പുറപ്പെടുന്നു. ഈ സ്ഥിതിക്ക് പിന്നിലുള്ള കാരണം എന്താണ്? കാരണം ആനന്ദം ആത്മാവിനുണ്ടാകുന്ന അനുഭവമാണ് എന്ന കാര്യം മനുഷ്യന് അറിയില്ല. സച്ചിത് ആനന്ദ സ്വരൂപനായ ഈശ്വരൻ്റെ അടുക്കലേക്ക് പോകുന്ന ആ യാത്ര ആരംഭിക്കുമ്പോഴാണ് മനുഷ്യന് ആനന്ദം ലഭിക്കുന്നത്. ഇത് വെറും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. കാരണം അധ്യാത്മം പ്രവൃത്തിയുടെ ശാസ്ത്രമാണ്. അധ്യാത്മം പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിനെയാണ് സാധന എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ വിവിധ സാധനാ മാർഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ ഏത് സാധനാ മാർഗമാണ് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധന ചെയ്യുന്നു. അല്ലെങ്കിൽ വായിച്ച അറിവനുസരിച്ച് അവർ സാധന ചെയ്യാൻ ആരംഭിക്കുന്നു. വെറും ആത്മീയ കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ ഒരു ഗുണവും നമുക്ക് ലഭിക്കില്ല. അനുചിതമായ സാധന ചെയ്യുന്നതിലൂടെയും ഒരു ഗുണവുമില്ല. കാരണം അനുചിതമായ സാധന ചെയ്യുമ്പോൾ അതിലൂടെ അനുഭൂതികളൊന്നും ഉണ്ടാകാറില്ല. അനുഭൂതികൾ വരാത്തപ്പോൾ സാധന ചെയ്ത് യാതൊരു ഗുണവുമില്ല എന്ന് വിചാരിച്ച് മനുഷ്യൻ്റെ ആത്മീയതയിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാകുന്നു. പലരും നിത്യവും ക്ഷേത്രങ്ങളിൽ പോകുന്നു. അത് തന്നെയാണ് സാധന എന്നവർ കരുതുന്നു. ചിലർ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, കുറേ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അതിലൂടെ അവർക്ക് കുറേയധികം അറിവ് ലഭിച്ചു എന്നവർ വിചാരിക്കുന്നു. പക്ഷെ ഇത് രണ്ടും തെറ്റിദ്ധാരണകളാണ്. നീന്തലിനെക്കുറിച്ച് പ്രഭാഷണങ്ങൾ കേൾക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യക്ഷത്തിൽ നീന്തുമ്പോഴാണ് അതിൻ്റെ ആനന്ദം ലഭിക്കുന്നത്. അത് തന്നെയാണ് അധ്യാത്മത്തിലും. അധ്യാത്മം പ്രായോഗികമായി ചെയ്യേണ്ട കാര്യമാണ്. അതിനെയാണ് സാധന എന്ന് പറയുന്നത്. അതിനാൽ സാധന എന്ന് വെച്ചാൽ വാസ്തവത്തിൽ എന്താണ്?
സാധന എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനായി സനാതൻ സംസ്ഥ പല പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മുഖ്യ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സനാതൻ സംസ്ഥയെക്കുറിച്ചും സനാതൻ സംസ്ഥയുടെ സ്ഥാപകനായ സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ജയന്ത് ബാലാജി ആഠവലേജിയെക്കുറിച്ചും മനസ്സിലാക്കാം. സനാതൻ സംസ്ഥയുടെ സ്ഥാപകനായ സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ജയന്ത് ബാലാജി ആഠവലേജി ശീഘ്രഗതിയിൽ ആത്മീയ ഉന്നതിക്കായി ചെയ്യേണ്ട സാധനയെക്കുറിച്ച് മാർഗദർശനം നൽകുന്നു. അതിനായി അദ്ദേഹം ഗുരുകൃപ യോഗപ്രകാരം സാധന ഉപദേശിക്കുന്നു. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നിവയുടെ സംഗമമാണ് ഗുരുകൃപ യോഗം. ഗുരുകൃപ യോഗപ്രകാരം സാധന ചെയ്ത് അനേകം സാധകർ ആധ്യാത്മിക ഉന്നതി നേടി മനുഷ്യജന്മം അർത്ഥവത്താക്കി. സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ജയന്ത് ബാലാജി ആഠവലേജി 45-ാമത്തെ വയസ്സിലാണ് സാധന ആരംഭിച്ചത്. വളരെ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം സാധന ചെയ്ത് അധ്യാത്മത്തിലെ അത്യുന്നത തലത്തിലെത്തി. സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ആഠവലേജി മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടറാണ്. അദ്ദേഹം മുംബൈയിൽ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബ്രിട്ടനിൽ 1971 മുതൽ 1978 വരെയുള്ള കാലഘട്ടത്തിൽ ഉപരിപഠനം നടത്തി. ഹിപ്നോതെറപ്പിയിൽ ഗവേഷണം നടത്തുകയും വിഭിന്ന ശാസ്ത്ര പരിഷത്തുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. 1978 മുംബൈയിൽ തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം ഹിപ്നോതെറപ്പിസ്റ്റായി സേവനം തുടങ്ങുകയും തൻ്റെ ഗവേഷണം തുടരുകയും ചെയ്തു. ശേഷം 1982 അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഫോർ ക്ലിനിക്കൽ ഹിപ്നോസിസ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം തുടങ്ങി. ഇതിനോടനുബന്ധിച്ച് ഒരു ആനുകാലിക പ്രസിദ്ധീകരണവും അദ്ദേഹം തുടങ്ങി. അതോടൊപ്പം ഭാരതത്തിലെ ഡോക്ടർമാർക്കും സാധാരണ ജനങ്ങൾക്കും ഹിപ്നോതെറപ്പിയെക്കുറിച്ച് മനസ്സിലാകുന്നതിനു വേണ്ടി അദ്ദേഹം ചർച്ചാ ക്ലാസുകളും ആരംഭിച്ചു. 1967 മുതൽ 82 വരെയുള്ള ഈ 15 വർഷത്തെ കാലയളവിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായതെന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന രോഗികളിൽ നിന്നും 30% രോഗികളുടെ രോഗം ചികിത്സ കൊണ്ട് ഭേദമാകുന്നില്ല. നേരെ മറിച്ച് അവർ ഗാൺഗാപൂർ, ത്രയംബകേശ്വർ മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ പോകുമ്പോഴും നാരായണബലി, നാഗബലി, സപ്പിണ്ടി ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നു. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായതെന്തെന്നാൽ ആധുനിക ശാസ്ത്രത്തിനുമുപരി ഒരു ശാസ്ത്രമുണ്ട്, അതാണ് അധ്യാത്മശാസ്ത്രം. അങ്ങനെ 1982 അദ്ദേഹം ഈശ്വരവിശ്വാസിയായി. അദ്ദേഹം നടത്തിയ ഈ ഗവേഷണത്തിൻ്റെ ഫലവും അദ്ദേഹത്തിന് ലഭിച്ച ഈ അറിവും രോഗികൾക്ക് മാത്രമല്ല സകല ജനങ്ങൾക്കും സാധാരണക്കാർക്കും ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം 1987 ആദ്യത്തെ ഗ്രന്ഥം സൈക്ലോസ്റ്റൈൽ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. പിന്നീട് അദ്ദേഹം പല ഗ്രന്ഥങ്ങളും എഴുതി. 2024 ഓഗസ്റ്റ് വരെ 366 ഗ്രന്ഥങ്ങളുടെ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി, കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം, ബംഗാളി, ഒഡിയ, ആസാമി, ഗുരുമുഖി എന്നീ ഭാരതീയ ഭാഷകളിലും സെർബിയൻ, ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്, നേപ്പാളി എന്നീ വിദേശ ഭാഷകളിലും, അതായത് 17 ഭാഷകളിൽ 97 ലക്ഷത്തിലധികം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചന ഇപ്പോഴും തുടരുന്നു. ആത്മീയ സത്സംഗങ്ങൾ, പ്രഭാഷണങ്ങൾ,
കുട്ടികൾക്കുള്ള ബാലസംസ്കാര ക്ലാസുകൾ, സനാതൻ പ്രഭാത് ആനുകാലിക പ്രസിദ്ധീകരണം, വിവിധ വെബ്സൈറ്റുകൾ, ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ഗവേഷണം എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളിലൂടെ സനാതൻ സംസ്ഥ അധ്യാത്മ പ്രചരണം നടത്തുന്നു. ഇതുവരെ നമ്മൾ സനാതൻ സംസ്ഥയെക്കുറിച്ചും സനാതൻ സംസ്ഥയുടെ സ്ഥാപകനെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഈ വീഡിയോ കാണുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെല്ലാവർക്കും ഈ വീഡിയോ കാണുന്നതിലൂടെ എന്തെങ്കിലും പഠിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആനന്ദം കിട്ടും. അതിനാണല്ലോ നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ അല്പപ്രാണി മുതൽ മനുഷ്യർ വരെ എല്ലാ ജീവജാലങ്ങളും സർവോത്കൃഷ്ടമായ ആനന്ദം ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ സർവോത്കൃഷ്ടവും ശാശ്വതവുമായ ആനന്ദം എങ്ങനെ നേടണം എന്നാർക്കും അറിയില്ല. ഇത് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്നുമില്ല. ഈ സർവോത്കൃഷ്ടവും ശാശ്വതവുമായ ആനന്ദം എങ്ങനെ നേടണം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് അധ്യാത്മശാസ്ത്രം. ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ പടിപടിയായി സാധന എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ ദിവസം സുഖകരമായിരിക്കണം, സമാധാനമുള്ളതായിരിക്കണം, അല്ലേ? പക്ഷെ രാവിലെ എഴുന്നേറ്റ് പത്രം തുറക്കുന്നു. പത്രത്തിൽ വായിക്കുന്നത് എന്താണ്? എവിടെയോ കൊലപാതകം നടന്നു, ബലാത്സംഗം നടന്നു, കൊള്ള നടന്നു, ഇങ്ങനെ വ്യത്യസ്ത വാർത്തകൾ. അതെല്ലാം വായിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇനി അതിനുശേഷം ദിവസം മുഴുവനും നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? ചിലപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ജോലിക്കാരി വന്നില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം മനസ്സ് അസ്വസ്ഥമാകുന്നു. ഇനി ജോലി സ്ഥലത്താണെങ്കിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ. ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം മനസ്സ് അശാന്തമാകുന്നു. ഇങ്ങനെ മാറി മാറി വരുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ആധുനിക ശാസ്ത്രത്തിനും ഇതിനു പിന്നിലുള്ള കാരണം കണ്ടെത്താൻ സാധിക്കില്ല. ഇതിനുള്ള ഉത്തരം അധ്യാത്മശാസ്ത്രത്തിന് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ആനന്ദത്തോടു കൂടി എങ്ങനെ ജീവിക്കണം എന്നതും ആധുനിക ശാസ്ത്രത്തിന് പഠിപ്പിക്കാൻ കഴിയുകയില്ല. അത് അധ്യാത്മശാസ്ത്രത്തിന് മാത്രമേ പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വിവരിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലില്ല, ഭാവിയിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയുമില്ല എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ സാധന ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ പടിപടിയായി സാധന എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അധ്യാത്മശാസ്ത്രം പ്രായോഗികമായ ശാസ്ത്രമാണ്. അത് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നത് ഇനി മുമ്പോട്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രായോഗികമായ സാധനയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിനായി ഞാൻ സനാതൻ സംസ്ഥയിലെ സാധിക കുമാരി രശ്മി പരമേശ്വരനോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ ഗുരുവായ സച്ചിദാനന്ദ പരബ്രഹ്മ ഡോക്ടർ ജയന്ത് ആഠവ്ലേജിയുടെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ചെറിയ ജീവജാലങ്ങൾ മുതൽ ഉന്നതനായ മനുഷ്യൻ വരെ നമ്മൾ നിത്യവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? ജീവിതത്തിൽ സുഖം നേടുന്നതിന് വേണ്ടി. സർവോത്കൃഷ്ടമായ സുഖം, അതായത് ഏറ്റവും ശ്രേഷ്ഠമായ സുഖം, അതും നിരന്തരവും നിത്യവും ലഭിക്കുന്ന സുഖത്തിനെ ആധ്യാത്മികമായ ഭാഷയിൽ ആനന്ദം എന്ന് പറയുന്നു. ഈ ആനന്ദം എങ്ങനെ നേടണം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് അധ്യാത്മശാസ്ത്രം. ഇന്ന് നമ്മൾ ആനന്ദം എങ്ങനെ നേടണം എന്ന് മനസ്സിലാക്കും.
അപ്പം അത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അതിന് പിന്നിലുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾക്ക് പിന്നിൽ 3 തരത്തിലുള്ള കാരണങ്ങളുണ്ടാകും: ശാരീരികവും, മാനസികവും, ആധ്യാത്മികവും. ഒരു വ്യക്തി അശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നത് കാരണം അവൻ അപകടം സംഭവിച്ചാൽ അത് കാരണം ഉണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം ശാരീരികമാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഭാര്യയുമായി വഴക്കിട്ടതിനു ശേഷം ദേഷ്യത്തോടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അപകടം സംഭവിച്ചാൽ അതിന് പിന്നിലുള്ള കാരണം മാനസികമായിരിക്കും. എന്നാൽ ഈ 2 കാര്യങ്ങളുമല്ലാതെ ഒരു വ്യക്തി ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്നു, അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും നല്ലതാണ്, പക്ഷേ വഴിയിൽ വേറൊരു വണ്ടി വന്ന് ഇവൻ്റെ വണ്ടിയെ ഇടിച്ച് അപകടം സംഭവിക്കുന്നു. അതിനുശേഷം ചികിത്സയ്ക്കുള്ള ചെലവ്, വണ്ടി നന്നാക്കാനുണ്ടായ ചെലവ്, ഇതൊക്കെ കാരണം അവൻ്റെ മനസ്സ് വളരെ വിഷമത്തിലാകുന്നു. ഈ ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം പുറമേ മാനസികമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വഴിയിൽ പല വണ്ടികളുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ വണ്ടിയെ തന്നെ മറ്റൊരു വണ്ടി വന്നിടിച്ചു? ഈ ചോദ്യത്തിന് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയത്തില്ല. ആധുനിക ശാസ്ത്രത്തിനും ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയത്തില്ല. ഇതിന് പിന്നിലുള്ള കാരണം ആധ്യാത്മികമാണ്. നമ്മൾ ഇതിനെ വിധി അല്ലെങ്കിൽ തലയിലെഴുത്ത് എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളിൽ 20% ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം ശാരീരികവും മാനസികവുമായിരിക്കും. 30% ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം ശാരീരികവും മാനസികവും എന്നാൽ ആധ്യാത്മികവും കൂടിയായിരിക്കും. ബാക്കിയുള്ള 50% ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം കേവലം ആധ്യാത്മികമായിരിക്കും. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള 80% ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള കാരണം ആധ്യാത്മികമാണ്. ആധ്യാത്മികമായ കാരണങ്ങളാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ആധ്യാത്മിക തലത്തിലേത് തന്നെ ആയിരിക്കണമല്ലോ. അതായത് നമ്മൾ സാധന ചെയ്യണം. ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ, അതായത് നമ്മുടെ പ്രാരബ്ധത്തെ, വിധിയെ മറികടക്കണമെങ്കിൽ നമ്മൾ സാധന ചെയ്യണം. പ്രാരബ്ധത്തിൽ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സാധന ചെയ്താൽ മാറിക്കിട്ടും. തീവ്രമായിട്ടുള്ള പ്രാരബ്ധമാണെങ്കിലോ സാധന ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ സഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നു, മനോബലം ലഭിക്കുന്നു. ആധ്യാത്മികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിനായിട്ട് ആധ്യാത്മികമായിട്ടുള്ള പ്രതിവിധി തന്നെ വേണം. അതിനെയാണ് സാധന എന്ന് പറയുന്നത്. സാധന എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാന്റെ പ്രാപ്തിക്കായി, ഭഗവത് പ്രാപ്തിക്കായി, അതായത് ഈശ്വരപ്രാപ്തിക്കായി, മോക്ഷപ്രാപ്തിക്കായി നിത്യവും ചെയ്യേണ്ട കാര്യങ്ങളെയാണ് സാധന എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രാരബ്ധത്തിലുള്ള ദുഃഖങ്ങളെ അകറ്റുന്നതിന് വേണ്ടി നമ്മൾ സാധന ചെയ്യണം. ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലർ ഭഗവത് ഭക്തി ചെയ്യുന്നു. ഇതിനെ സക്കാമ സാധന എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങളും ഭഗവാൻ പൂർത്തിയാക്കി കൊടുക്കുന്നു. ചിലർ പരമാർത്ഥം ആഗ്രഹിക്കുന്നു, അതായത് ഭൗതികമായ കാര്യങ്ങളൊന്നുമല്ലാതെ ഈശ്വരപ്രാപ്തി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ സാധന ചെയ്യുന്നു. ഇതിനെ നിഷ്കാമ സാധന എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയും ഈശ്വരപ്രാപ്തിക്കായും പ്രാരബ്ധത്തെ മറികടക്കാൻ വേണ്ടിയും നമ്മൾ സാധന തന്നെ ചെയ്യണം. ഇനി സാധനയുടെ ഭാഗമായി നമ്മൾ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിചാരം താങ്കളുടെ മനസ്സിൽ വരുന്നുണ്ടാകും. ഈശ്വരപ്രാപ്തിക്കായുള്ള സാധന ഓരോ യുഗത്തിലും വ്യത്യസ്തമായിരിക്കും. സത്യയുഗത്തിൽ മനുഷ്യൻ വളരെ സാത്വികനായിരുന്നു. അവൻ്റെ ബുദ്ധിയും വളരെ പ്രഗത്ഭമായിരുന്നു. അതുകൊണ്ട് ആ യുഗത്തിലെ സാധനയായിരുന്നു ജ്ഞാനയോഗം. മനുഷ്യന്
വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അർത്ഥം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ കഴിയുമായിരുന്നു. സത്യയുഗം കഴിഞ്ഞ് ക്രമേണ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രഗത്ഭത കുറഞ്ഞു, അവൻ്റെ സാത്വികത കുറഞ്ഞ് ത്രേതായുഗമായപ്പോഴേക്കും ജ്ഞാനയോഗ പ്രകാരമുള്ള സാധന ചെയ്യാൻ മനുഷ്യന് പ്രയാസമായി തുടങ്ങി. ത്രേതായുഗത്തിലെ മനുഷ്യൻ ധ്യാനയോഗ പ്രകാരം സാധന ചെയ്യാൻ തുടങ്ങി. അതായത് 1000ങ്ങളോളം വർഷങ്ങൾ തപസ്സിരുന്ന് ഈശ്വര സാക്ഷാത്കാരം നേടാൻ തുടങ്ങി. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോഴേക്കും മനുഷ്യൻ്റെ ആയുസ്സും കുറഞ്ഞു, അവൻ്റെ സാത്വികതയും കുറഞ്ഞു. ദ്വാപരയുഗത്തിൽ മനുഷ്യൻ വലിയ യജ്ഞങ്ങൾ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്താറുണ്ട്. യാഗങ്ങളിൽ ദേവീദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു. ഇനി കലിയുഗമായപ്പോഴേക്കും മനുഷ്യന് സാത്വികതയുമില്ല, ആയുസ്സുമില്ല, യജ്ഞയാഗങ്ങൾ ചെയ്യാനായുള്ള സാത്വികമായിട്ടുള്ള സാമഗ്രികളുമില്ല. ഈ കലിയുഗത്തിലേക്ക് ഭഗവാൻ പറഞ്ഞിട്ടുള്ള സാധനയാണ് നാമജപ സാധന. നമ്മുടെ സത്പുരുഷന്മാരും നമ്മളോട് നാമജപ സാധനയാണ് കലിയുഗത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കലിയുഗത്തിലെ മനുഷ്യനോട് ഉപദേശിച്ചിട്ടുള്ള സാധന ഭക്തിയോഗമാണ്. ഭജഗോവിന്ദം എന്ന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഉപദേശിച്ചു. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിലേക്കുള്ള സാധനയാണ് നാമജപം. നാമജപ സാധന വളരെ എളുപ്പമാണ്. നമുക്ക് ഏത് സമയത്തും ചെയ്യാം, ഏത് സ്ഥലത്ത് വെച്ചും ചെയ്യാം. നമ്മളിരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, വീട്ടിലെ പണികൾ ചെയ്യുന്ന സമയത്ത്, യാത്ര ചെയ്യുമ്പോൾ, ഇങ്ങനെ ഏത് സമയത്തും ഏത് സ്ഥലത്തും നമുക്ക് നാമജപം ചെയ്യാൻ കഴിയും. അപ്പം നാമജപ സാധന കാരണം നമുക്ക് നിരന്തരം ഭഗവാനുമായി സാന്നിധ്യത്തിലിരിക്കാൻ കഴിയും. ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ സത്സംഗം ആവശ്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കാലത്തിന് അനുരൂപമാണോ? പിന്നെ സ്കൂളിൽ നമ്മൾ പടിപടിയായി 1ാം ക്ലാസ്സിൽ നിന്നും 2ലേക്ക്, 2ൽ നിന്നും 3ലേക്ക് ഇങ്ങനെ മുൻപോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നു, ഉന്നത പഠനം നേടുന്നു. അതുപോലെ ആത്മീയത്തിലും നമ്മൾ മുൻപോട്ടുള്ള പടികളിലേക്ക് പോകുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ എത്രയോ വർഷങ്ങളായി ആത്മീയത്തിലെ അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പ്രഭാഷണം കേൾക്കും, കീർത്തനങ്ങൾ കേൾക്കും, സപ്താഹങ്ങളിൽ പങ്കെടുക്കും. പക്ഷേ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രാവർത്തികമാക്കുന്നില്ല. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. വെറും താത്വികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അധ്യാത്മത്തിൽ വെറും 2% മഹത്വമേ ഉള്ളൂ. എന്നാൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഭൂതി ഉണ്ടാകുക. സാധന എന്ന് വെച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ഈ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് സാധനയ്ക്കാണ് 98% മഹത്വം. താത്വികമായിട്ടുള്ള കാര്യങ്ങൾക്ക് 2% മഹത്വമേ ഉള്ളൂ. അധ്യാത്മം എന്ന് വെച്ചാൽ അനന്തമായിട്ടുള്ള ശാസ്ത്രമാണ്. ജീവിതകാലം മുഴുവനും പഠിച്ചാലും ഇതിലെ ജ്ഞാനം തീരത്തില്ല. എന്നാൽ ആനന്ദപ്രാപ്തിക്കായി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇനി നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യേണ്ട സാധനയെക്കുറിച്ച് മനസ്സിലാക്കാം. ഹിന്ദുക്കൾ മാതൃപിതൃ പൂജയ്ക്ക് വളരെയധികം മഹത്വം നൽകുന്നു. ഹിന്ദുധർമ്മത്തിൽ 4 കടപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവഋണം, ഋഷിഋണം, പിതൃഋണം, സമാജഋണം. ഇതിലെ പിതൃഋണം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ നമ്മൾ സംരക്ഷിക്കുകയും അവരുടെ മരണാനന്തരം അവരുടെ മുക്തിക്കായി കർമ്മങ്ങൾ ചെയ്യുക, ഇതിലൂടെയാണ് നമ്മൾ പിതൃഋണം വീട്ടുന്നത്. പക്ഷേ ഇന്ന് പലരും
മാതാപിതാക്കളുടെ പൂർവികരുടെ ധനവും സമ്പാദ്യവും കൈവശമാക്കുന്നതിന് കാണിക്കുന്നത്ര താല്പര്യം അവരുടെ മുക്തിക്കായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ കാണിക്കുന്നില്ല. അത് കാരണം പല കുടുംബത്തിലെയും പിതൃക്കൾ അവരോട് കോപത്തിലാണ്. ഒരു വ്യക്തി പല ആഗ്രഹങ്ങളോടു കൂടി മരിക്കുകയാണെങ്കിൽ മരണാനന്തരം ആ വ്യക്തിയുടെ ലിംഗദേഹത്തിന് മർത്യലോകം കടന്ന് പിതൃലോകം വരെ എത്താൻ പ്രയാസമായിരിക്കും. കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ശ്രാദ്ധാദി കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന ഊർജം കാരണം ഈ ലിംഗദേഹത്തിന് പിതൃലോകം വരെ എത്താൻ സഹായമാകുന്നു. കുടുംബാംഗങ്ങൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരെ ഇക്കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് പിതൃക്കൾ കുടുംബത്തിലെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിനെയാണ് പിതൃദോഷം എന്ന് പറയുന്നത്. ഏത് കുടുംബത്തിലാണോ ശ്രാദ്ധാദി കർമ്മങ്ങൾ കൃത്യമായി എല്ലാ വർഷവും ചെയ്യുന്നത്, അങ്ങനെയുള്ള കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ പിതൃദോഷമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഇതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. കുടുംബത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ ശരീരത്തിന് മാറാരോഗം വരിക, ത്വക്ക് രോഗം എന്നിങ്ങനെയുള്ള ശാരീരിക തലത്തിലെ ലക്ഷണങ്ങൾ കാണാം. മനസ്സിൻ്റെ അസ്വസ്ഥത, സമാധാനക്കേട്, ഭയം, ഞെട്ടൽ, ചീത്ത സ്വപ്നങ്ങൾ കാണുക, ഉറക്കമില്ലായ്മ, വിവാഹത്തിൽ തടസ്സം, വിവാഹം നടന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ, ഗർഭധാരണ നടക്കാതിരിക്കുക, കാരണമില്ലാതെ ഗർഭമലസുക, വികലാംഗനായ കുട്ടി ജനിക്കുക, നല്ല വരുമാനമുണ്ടെങ്കിലും വീട്ടിൽ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ സമാധാനമില്ലായ്മ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കലിയുഗത്തിലെ മിക്ക കുടുംബങ്ങളിലും പിതൃദോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ പിതൃദോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും ചെയ്യുന്ന ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ കൂടാതെ നമ്മൾ ദത്താത്രേയ ഭഗവാന്റെ ശ്രീ ഗുരുദേവ ദത്ത് എന്ന നാമവും ദിവസവും ജപിക്കണം. ദത്താത്രേയ ഭഗവാൻ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ 3 ദേവന്മാരുടെയും തത്വമുള്ള ഭഗവാനാണ്. വിഘ്നങ്ങളെ അകറ്റുവാൻ ഗണപതി ഭഗവാന്റെ ഉപാസന ചെയ്യുന്നു. വിദ്യയ്ക്കായി സരസ്വതിയെ പൂജിക്കുന്നു. അതേപോലെ പിതൃക്കളുടെ അധിപനാണ് ദത്താത്രേയ ഭഗവാൻ. അതുകൊണ്ട് പിതൃദോഷ നിവാരണത്തിനായി നമ്മൾ ദിവസവും ദത്താത്രേയ ഭഗവാന്റെ ഉപാസന ചെയ്യണം. പിതൃദോഷത്തിൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഭാവിയിൽ അത് വരാതിരിക്കുന്നതിന് വേണ്ടി, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകളും ദിവസവും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം ജപിക്കണം. കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലെ ആളുകൾ 2 മുതൽ 4 മണിക്കൂറെങ്കിലും ശ്രീ ഗുരുദേവ് ദത്ത് ഇന്ന് ദിവസവും ജപിക്കണം. അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ച തോറും ഏതെങ്കിലും ദത്താത്രേയ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി 7 തവണ ഭഗവാന് പ്രദക്ഷിണം വയ്ക്കണം. വളരെയധികം പ്രയാസമുള്ള കുടുംബമാണെങ്കിൽ അവർ പിതൃദോഷം മാറുന്നതിന് വേണ്ടി ദിവസവും 4 മുതൽ 6 മണിക്കൂർ വരെ ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം ജപിക്കണം. ഇതുകൂടാതെ ജ്യോതിർലിംഗമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ത്രിപിണ്ഡി ശ്രാദ്ധം, നാരായണ ബലി, നാഗബലി മുതലായ പ്രതിവിധികളും ചെയ്യണം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ദത്താത്രേയ ക്ഷേത്രത്തിൽ കുറച്ചുനാൾ താമസിച്ച് അവിടെ സേവനം ചെയ്യണം. ഇതിലൂടെ പിതൃദോഷം മാറിക്കിട്ടും. ഇത് കേട്ടതിന് ശേഷം
ഇത്രയധികം സമയം നാമജപത്തിന് ഞങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യം താങ്കളുടെ മനസ്സിൽ വരുന്നുണ്ടാകും. ഇതിനുള്ള ഉത്തരവും പറയാം. നമ്മൾ നാമജപം ചെയ്യാൻ തുടങ്ങുക. ദിവസവും കുറച്ച് കുറച്ചായി അതിനെ കൂട്ടിക്കൊണ്ടു പോകുക. നാമജപത്തിന് സ്ഥലവും സമയവും ഒന്നും ബാധകമല്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ നാമം ജപിക്കാം. വണ്ടി ഓടിക്കുന്ന സമയത്ത്, വീട്ടിൽ അടിച്ചു വാരുന്ന സമയത്ത്, പാചകം ചെയ്യുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഇങ്ങനെ പല സമയങ്ങളിലും നമുക്ക് മനസ്സിൽ നാമം ജപിക്കാവുന്നതാണ്. നാമജപത്തിന് ശുദ്ധി അശുദ്ധി എന്നിങ്ങനെ ഒരു കാര്യവും ബാധകമല്ല. കാരണം മനസ്സിൻ്റെ ശുദ്ധിക്കായി ഏത് നേരവും നാമം ജപിക്കണം. നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പല സമയത്തും നമുക്ക് നാമം ജപിക്കാൻ കഴിയും. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കണം. ദിവസവും അരമണിക്കൂറെങ്കിലും നമ്മളൊരു സ്ഥലത്തിരുന്ന് ഏകാഗ്രതയോടെ നാമം ജപിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ ദിവസം മുഴുവനും നന്നായി നാമം ജപിക്കാൻ കഴിയും. നാമജപം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയും വരും. ഇന്ന് സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകളും സാധന ചെയ്യുന്നില്ല. ഭൗതിക സുഖത്തിൽ തന്നെ അവർ മുഴുകിയിരിക്കുകയാണ്. അപ്പം മായയിൽ പെട്ടിരിക്കുന്നത് കാരണം അവർക്ക് പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടാകും. മരണസമയത്തും പല പ്രതീക്ഷകളോടുകൂടി മരിക്കുകയാണെങ്കിൽ അത്തരം ലിംഗദേഹത്തിന് മുൻപോട്ടുള്ള ഗതി കിട്ടത്തില്ല. അത് മർത്യലോകത്ത് തന്നെ അലഞ്ഞു നടക്കും. പല പിതൃക്കൾക്കും മുൻപോട്ടുള്ള സദ്ഗതി കിട്ടാത്തത് കാരണം, അതായത് ജീവിച്ചിരിക്കുമ്പോൾ സാധന ചെയ്യാതെ ആഗ്രഹങ്ങളോടുകൂടി മരിച്ച പിതൃക്കൾക്ക് മുൻപോട്ടുള്ള സദ്ഗതി കിട്ടത്തില്ല. അവർക്ക് സദ്ഗതി നൽകുന്നതിന് വേണ്ടി നമ്മൾ ദിവസവും ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം ജപിക്കണം. ഈ നാമം നമ്മൾ വളരെ ഏകാഗ്രതയോടെ, വളരെ മനസ്സോടെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് സദ്ഗതി കിട്ടും. കൂടാതെ നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചവും തയ്യാറാകും. ഈ സംരക്ഷണ കവചം നമുക്ക് ചുറ്റും തയ്യാറായാൽ അതൃപ്തരായ പിതൃക്കളിൽ നിന്നുമുള്ള പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവില്ല. ദത്താത്രേയ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് മുൻപ് നമ്മൾ ഭഗവാനോട് ഒരു പ്രാർത്ഥനയും കൂടി ചെയ്യണം. ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിനി നമുക്ക് മനസ്സിലാക്കാം. ദത്താത്രേയ ഭഗവാനെ, മർത്യലോകത്ത് തങ്ങി നിൽക്കുന്ന എൻ്റെ അതൃപ്തരായ പിതൃക്കൾക്ക് മുൻപോട്ടുള്ള ഗതി നൽകണേ. അതൃപ്തരായ പിതൃക്കളുടെ ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ഭഗവാന്റെ സംരക്ഷണ കവചം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കണേ എന്ന് ഭഗവാന്റെ പാദങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദത്താത്രേയ ഭഗവാനെക്കുറിച്ചും പിതൃദോഷം, ദത്താത്രേയ നാമജപം എത്ര നേരം ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി www.sanatan.org/malayalam എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. www.sanatanshop.com എന്ന സൈറ്റിൽ ഇത്തരം പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. ഇനി നമുക്ക് വരാൻ പോകുന്ന ആപത്ത് കാലത്തെക്കുറിച്ചും ആ സമയത്ത് സാധനയുടെ മഹത്വം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാം. സാധന ചെയ്താൽ ആനന്ദം ലഭിക്കും. സാധനയിലൂടെ നമ്മുടെ പ്രാരബ്ധം കുറയും. പ്രാരബ്ധം അനുഭവിക്കുവാനുള്ള ശക്തി ഭഗവാൻ തരും. ഇത് മാത്രമല്ല, ദുരിതത്തിൽ പെടുമ്പോൾ ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ ഓടിയെത്തുകയും ചെയ്യും. പ്രഹ്ലാദൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. ഏതു നേരവും നാരായണ നാരായണ എന്ന് ജപിക്കാറുണ്ട്. ഹിരണ്യകശ്യപുവിന് ഇതിഷ്ടമല്ലാത്തത് കാരണം പ്രഹ്ലാദനെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു, മലമുകളിൽ നിന്നും താഴോട്ടെറിഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല. അവസാനം എന്തായി? ഭഗവാൻ നരസിംഹാവതാരമെടുത്ത് ഹിരണ്യകശ്യപുവിനെ വധിച്ചു. ഇത് പുരാണങ്ങളിലെ ഒരു കഥയാണ്. എന്നാൽ ഇന്നും പല ഭക്തർക്കും ഭഗവാൻ സംരക്ഷിച്ചതായ, ആപത്ത് സമയത്ത് ഭഗവാൻ രക്ഷിക്കാനായി ഓടിയെത്തിയ അനുഭൂതികൾ ഉണ്ടാകുന്നുണ്ട്. സാധന ചെയ്താൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ സാധന എന്നത് അധ്യാത്മത്തിലെ പ്രായോഗികമായ ഭാഗം. അത് നമ്മൾ നാളെ മുതലല്ല, ഇന്നു മുതൽ ആരംഭിക്കണം. എല്ലാവരും ഇന്നു മുതൽ തന്നെ പിതൃദോഷ നിവാരണത്തിനായി ശ്രീ ഗുരുദേവ് ദത്ത് എന്ന നാമം ജപിക്കാൻ ആരംഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കുമാരി അദിതി പ്രസാദ് നിങ്ങളോട് പറയുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ അധ്യാത്മത്തിൻ്റെ മഹത്വം, സാധന, പിതൃദോഷം മാറുന്നതിനായി ദത്താത്രേയ ഭഗവാന്റെ ഉപാസന ചെയ്യേണ്ടതിൻ്റെ മഹത്വം എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് കേട്ട വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോം പൂരിപ്പിക്കുക. അതുമല്ലെങ്കിൽ താങ്കൾക്ക് ഈ ലിങ്ക് അയച്ച സാധകരോട് ചോദിക്കുകയോ ചെയ്യാം. അധ്യാത്മത്തിൽ സംശയ നിവാരണത്തിന് വളരെയധികം മഹത്വമുണ്ട്. കാരണം സംശയം മാറുമ്പോൾ നമുക്ക് സാധന നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനി തുടർന്നുള്ള പ്രഭാഷണത്തിൽ അധ്യാത്മത്തിലെ ചില പ്രാഥമിക കാര്യങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അതിനുശേഷം ആധ്യാത്മിക ഉന്നതി നേടി ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചതോറുമുള്ള സത്സംഗങ്ങൾ ഉണ്ടാകും. ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോം പൂരിപ്പിക്കുക. ഈ സത്സംഗങ്ങളിൽ സാധനയുടെ സിദ്ധാന്തം, സാധനയുടെ തത്വങ്ങൾ, നമ്മളിലുള്ള സ്വഭാവദോഷങ്ങളായ അലസത, ദേഷ്യം, മാറ്റിവെക്കൽ, മത്സരം മുതലായവ എങ്ങനെ മാറ്റണം എന്നതിനെക്കുറിച്ചും വിശദീകരിച്ച് പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ പ്രഭാഷണം കേട്ടതിനു ശേഷം താങ്കൾ നാമജപ സാധന ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.